السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى والصلاة والسلام على عباده الذين اصطفى ما بعد. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്ന് അതിൻ്റെ പരിസമാപ്തിയുടെ ഘട്ടങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിന് വല്ലാത്ത നൊമ്പരമുണ്ടാക്കുന്ന, വേദന ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ ഘട്ടങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും പൂർണ്ണമായി റമദാനിനെയും നോമ്പിനെയും ഒക്കെ സ്വീകരിക്കുകയും നാളെ സാക്ഷി നിൽക്കുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു ചര്യപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് മഗ്‌രിബിനോടനുബന്ധമായിട്ട് പരിശുദ്ധമായ റമദാനിൻ്റെ അവസാന ഘട്ടത്തിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു പവിത്രമാക്കപ്പെട്ട രാവാണ് ലൈലത്തുൽ ഖദറിൻ്റെ മുഹൂർത്തം. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പരിശുദ്ധമായ ഖുർആനിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ആ പരിശുദ്ധമായ ഖുർആൻ്റെ ആ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ നമ്മളൊന്ന് നോക്കിയാൽ, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന അതിൻ്റെ അക്ഷരങ്ങൾ 9 അക്ഷരങ്ങളിലാണ് അള്ളാഹു ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ ഖദർ എന്ന് പറയുന്ന സൂറത്തിൽ അള്ളാഹു 3 പ്രാവശ്യം ആവർത്തിക്കപ്പെടുകയാണ്. അതിലൂടെ 9 × 3 വരുമ്പോൾ 27 എന്നുള്ള ഒരു കണക്ക് നമുക്ക് കിട്ടും. അൽ ആഖിലു യഖിഫുൽ ഇഷാറ എന്ന് പറഞ്ഞതുപോലെ ബുദ്ധിമാന് സൂചന മതി. പരിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു സൂചന മനസ്സിലാക്കി പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടേണ്ടത് 27ൻ്റെ നിറവിലാണെന്ന് ഒരു മുഅ്മിന് മനസ്സിലാകുന്ന രീതിയിൽ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് ആ പരിശുദ്ധമാക്കപ്പെട്ട 27ാം രാവിൽ ധാരാളം ഇബാദത്തുകൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാനും നന്മകളാലും സുഹൃതങ്ങളാലും അലങ്കരിക്കുവാനും ഒരു വിശ്വാസി പരിശ്രമിക്കണമെന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിലകൊണ്ടിരിക്കുന്ന മാസം പരിശുദ്ധമായ റമദാൻ മാസമാണ്. ആ റമദാനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്താതെ രീതിയിലാണ് ഓരോ വിശ്വാസിയും ഈ സമയങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ അവസാനത്തെ 10ലാണ് ഓരോ മനുഷ്യനും നിലകൊണ്ടിരിക്കുന്നത്. ആ 27ാം രാവിനെ കുറിച്ച് അല്ലാഹു തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ വിശേഷിപ്പിച്ചു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലാണ് നാം പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ ചൈതന്യപൂർണമായ ആ രാത്രിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ രാവ് 1000 മാസത്തേക്കാൾ ഉത്തമമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ പരിശുദ്ധമായ രാത്രി എന്നുള്ളത് 84 വർഷം ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലി ആ രാവിൽ കൂടി ഓരോ സത്യവിശ്വാസിക്കും അല്ലാഹു തആല നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യമായ ആ രാത്രിയെ ജീവിതത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിരിക്കും. ആ രാവ് വളരെ ശാന്തപൂർണമായ രാത്രിയാണെന്ന് അല്ലാഹു തആല അവൻ്റെ ഖുർആനിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നു. ഈ ലൈലത്തുൽ ഖദറും അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാനിൻ്റെ ഓരോ അവസാനത്തെ ദിനങ്ങൾ നമ്മിൽ നിന്നും വിട പറയുമ്പോൾ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ
ഏറ്റവും കൂടുതൽ വിഷമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ റമദാൻ നമ്മളെപ്പറ്റി സാക്ഷി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഅ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നെടുങ്കുന്നം മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ എല്ലാ വർഷവും റമദാനിൽ 27-ാം രാവിന് ഞങ്ങളൊരു സൗഹൃദ നോമ്പ് തുറ സംഘടിപ്പിക്കാറുണ്ട്. ഇഫ്താർ സംഗമം, മാനവ സൗഹൃദ ഇഫ്താർ സംഗമം എന്ന പേരിൽ ഇപ്രാവശ്യവും അത് വിപുലമായ രീതിയിൽ തന്നെ നടക്കുകയാണ്. നമുക്കറിയാം, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നവർ ഈ സമൂഹത്തിലെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക രംഗങ്ങളിലെ ഒരുപാട് നായകന്മാർ അണിനിരന്നുകൊണ്ടുള്ള ഈ ഒരു സൗഹൃദ സന്ദേശം സമൂഹത്തിൽ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാത്തിനും അടിസ്ഥാനമെന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം രാജ്യത്തുടനീളം എല്ലാ മേഖലയിലും സന്നിവേശിക്കപ്പെടുമ്പോഴാണ് സൗഹൃദമായ ഒരു അന്തരീക്ഷം ഈ രാജ്യത്തുണ്ടാവുന്നത്. ഈ ഭാരത സംസ്കാരം നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായ പുണ്യമായ ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. അതിലേറ്റവും പുണ്യമാക്കപ്പെട്ട ദിനമാണ് ഈ ലൈലത്തുൽ ഖദർ എന്ന 27-ാം രാവ്. ആ ഒരു രാവിൽ ഇസ്ലാം മത വിശ്വാസികൾ ഈ സമൂഹത്തോടെ അറിയിക്കുന്ന സന്ദേശം സ്നേഹവും ശാന്തിയും സമാധാനവും എല്ലാ മതവിശ്വാസികളോട് ഒത്തുചേർന്ന് അണിചേർന്നുകൊണ്ട് സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. എല്ലാ വിശ്വാസികൾക്കും ഈ 27-ാം രാവിൻ്റെയും ഈ നോയമ്പിൻ്റെയും സന്ദേശം അറിയിക്കുന്നതോടൊപ്പം എല്ലാവരെയും ഞങ്ങൾ ഈ നോമ്പ് തുറയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്.